ഞായറാഴ്ച രാവിലെ ഞങ്ങൾ സൂറിച്ചിൽ നിന്ന് മോന്ത്രോയിലേക്ക് കാറിൽ യാത്ര ആരംഭിച്ചു. സൂറിച്ചിൽ നിന്ന് 210 കിലോമീറ്റർ അകലെയാണ് മോന്ത്രോ സ്ഥിതി ചെയ്യുന്നത്. ജനീവ തടാകത്തിൻ്റെ വടക്ക് കിഴക്കൻ തീരത്തും സ്വിസ് ആൽപ്സ് പർവ്വതനിരകൾ ചുറ്റപ്പെട്ടതുമായ മോന്ത്രോ സ്വിറ്റ്സർലാൻഡിലെ വൗഡ് മേഖലയിലെ ഒരു മനോഹരമായ റിസോർട്ട് പട്ടണമാണ്. പലപ്പോഴും സ്വിസ് റിവിയറുടെ മുത്ത് എന്നറിയപ്പെടുന്ന ഇത് സൗമ്യമായ കാലാവസ്ഥ, ലോകോത്തര സംഗീതോത്സവങ്ങൾ, ചരിത്രപരമായ ലാൻഡ്മാർക്കുകൾ, മനോഹരമായ തടാകം, പർവ്വത കാഴ്ചകൾ എന്നിവയാൽ സമ്പന്നമാണ്. നഗരത്തിൻ്റെ ഒരു അനുഭവം ലഭിക്കാൻ റോഡിൻ്റെ ഇടതുവശത്ത് നിരവധി കടകളുള്ള പ്രധാന തെരുവിലൂടെ ഞങ്ങൾ നടന്നു. വലതുവശത്ത് മനോഹരമായ ജനീവ തടാകമാണ്. ഞായറാഴ്ച രാവിലെ ഏകദേശം 9 മണി ആയിരുന്നതിനാൽ റോഡിൽ ഗതാഗതം വളരെ കുറവായിരുന്നു. സൈഡ് വാക്കിൽ കുറച്ച് കാൽനട യാത്രക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പാച്ച റെസ്റ്റോറൻറ്റിൽ ആയിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ സ്റ്റോപ്പ്. ഇതൊരു അൾജീരിയൻ റെസ്റ്റോറൻ്റാണ്. അവർ ഇത് തുറന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളായിരുന്നു അവിടുത്തെ ആദ്യത്തെ കസ്റ്റമേഴ്സ്. പ്രഭാത ഭക്ഷണം കഴിച്ച ശേഷം മറ്റു കടകളിൽ വിൻഡോ ഷോപ്പിംഗ് നടത്താൻ ഞങ്ങൾ തുടങ്ങി. വില കൂടിയ വസ്ത്രങ്ങളും പാദരക്ഷകളും വിൽക്കുന്ന ഒരു തുണി കടയാണ് ഇത്. വില കൂടിയ സ്ഥലമായതിനാൽ വിൻഡോ ഷോപ്പിങ്ങിന് ഇത് അനുയോജ്യമാണ്. അടുത്ത കട ഈഡോ ആണ്. അത് ക്രിസ്റ്റൽ ഇനങ്ങളും സുവനീറുകളും വിൽക്കുന്ന വളരെ നന്നായി അലങ്കരിച്ചതും ആകർഷകവുമായ ഒരു സമ്മാന കടയാണ്. ദിസ് ഈസ് അഭിഷ. ഷീ ഈസ് ഡൂയിങ് വിൻഡോ ഷോപ്പിംഗ്. Window shopping. She doesn't intend to buy anything but to spend time. She's looking around, but she likes many things to buy from here. If I had the money, I would buy everything. Hopefully your dad will give you money if you would. Voila. Dad is please. smiling and Yeah, please write a check for 1 million for her. Let her buy whatever she wants. I forgot my checkbook. It's a beautifully decorated shop. പിന്നെ ഞങ്ങൾ ഈ കടയുടെ ഉള്ളിലേക്ക് പോയി. കട ഉടമയുടെ പേര് ഈഡോ എന്നാണ്. അദ്ദേഹം വളരെ സൗഹൃദപരമായ ഒരു ഇറ്റാലിയൻ മാന്യനാണ്. കടയിൽ ചുറ്റും നോക്കാൻ അദ്ദേഹം ഞങ്ങളെ അനുവദിച്ചു. What's your name, sir? Edo. 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 Oh, Edo. Yes. That's your shop, Edo. Yes, yes. I see your shop. Wow. I see. Yes. You are from Mondro? And I come from Italy. I am Italian. Oh, yeah, Italian. Oh, I see. That's good. We are tourists here. We just Where came you come from? from Washington, D.C. Ah, okay. Yeah. So we were in Zurich for 3 days. Okay. So today, this afternoon, we'll go to Interlaken. Interlaken, We will stay there, and then we'll go to Grindelwald tomorrow, Okay. and then go back to Zurich. Thank you, Edo. You're welcome, sir. Have a nice day. Okay, thank you very much. Nice of you to allow us to take the. He's the owner of the shop, and he has allowed us
to look around and I want to take a videography. It's a very well maintained place. കുറച്ച് സൗഹൃദപരമായ സംഭാഷണങ്ങൾ നടത്തിയ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് അടുത്തുള്ള കടകളിലേക്ക് പോയി. അതിനുശേഷം ഞങ്ങൾ 1820 കഫേ റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ വഴി കടന്നുപോയി. നടപ്പാതയിൽ ധാരാളം കസേരകളും മേശകളും വെച്ചിരുന്നു. പക്ഷെ വളരെ നേരത്തെ ആയ സമയമായത് കാരണം ആരും അവിടെ ഉണ്ടായിരുന്നില്ല. എതിർവശത്ത് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ ഒരാൾ തൻ്റെ ബസ് കാത്തിരിക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. വഴിയിൽ നിരവധി കോഫി ഷോപ്പുകളും ഭക്ഷണശാലകളും കാണാൻ കഴിഞ്ഞു. വളരെ നേരത്തെ ആയതിനാൽ ഇവിടെയും കസേരകൾ കാലിയായിരുന്നു. ഞങ്ങളുടെ അടുത്ത സന്ദർശനം ഗ്രിയേഴ്സ് ചീസ് കടയിലേക്കായിരുന്നു. വ്യത്യസ്ത തരം ചീസുകൾ വിൽക്കുന്ന ഒരു പ്രത്യേക കടയാണിത്. ഫ്രഞ്ച് ഭാഷയിൽ ചീസിനെ ഫ്രൊമാഷ് എന്ന് വിളിക്കുന്നു. ഈ കടയിൽ വ്യത്യസ്ത തരം വൈനുകളും ജാമുകളും ഉണ്ടായിരുന്നു. ഈ വീഡിയോയിൽ കാണുന്ന മാന്യൻ ആഫ്രിക്കയിലെ ഐവറി കോസ്റ്റിൽ നിന്നാണ്. അദ്ദേഹത്തിന് ഫ്രഞ്ച് മാത്രമേ അറിയുകയുള്ളൂ, ഇംഗ്ലീഷിൽ സംസാരിക്കില്ല എന്ന് പറഞ്ഞു. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇദ്ദേഹം എന്നെ ഈ ഷോപ്പിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കുവാൻ സമ്മതിച്ചു. അടുത്ത കട ലൂസിയാൻ കേക്കുകൾ, ചോക്ലേറ്റുകൾ, പേസ്ട്രികൾ എന്നിവ വിൽക്കുന്നതായിരുന്നു. ജനാലയിൽ കടയുടെ രുചികരമായ ഇനങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. എതിർവശത്ത് മനോഹരമായ ജനീവ തടാകം ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഞങ്ങളുടെ വിൻഡോ ഷോപ്പിംഗ് പൂർത്തിയാക്കിയ ശേഷം ഞങ്ങൾ അവിടെ പോയി. വസ്ത്രങ്ങൾ, ഫാർമസി, ഇലക്ട്രോണിക്, ഒപ്റ്റിക്കൽ ഷോപ്പുകൾ ഉൾപ്പെടെയുള്ള മനോഹരമായി അലങ്കരിച്ച നിരവധി കടകളുടെ ഒരു ചെറിയ മാളിലേക്കുള്ള സന്ദർശനത്തോടെയാണ് ഞങ്ങൾ വിൻഡോ ഷോപ്പിംഗ് അവസാനിപ്പിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ മനോഹരമായ വീഡിയോകൾക്കായി ദയവായി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.